ഇനി ആരും മാവിൻ്റെ ചുവട്ടിൽ പഴുത്ത് പഴുത്ത് എമ്പിളിയായി കിടക്കണ മാങ്ങ കഴിക്കാൻ മടിച്ചിട്ട് അങ്ങോട്ട് കളയരുത് കേട്ടോ. ആ മാങ്ങ ഒക്കെ പൊറുക്കി കൊണ്ടുവന്നിട്ട് ഇതുപോലൊരു ഐസ്ക്രീം നിങ്ങൾ ഉണ്ടാക്കിയെന്ന് കഴിച്ചു നോക്കിയാണി. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ആ ഒരു എമ്പിളിയായ മാങ്ങ വെച്ചിട്ട് അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും, നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഇപ്പം മാങ്ങൊക്കെ പഴുത്ത് പോരാത്തതിന് മാങ്ങ പഴുക്കുമ്പോൾ ഒന്നായിട്ട് പഴുത്ത് ഒറ്റ വീഴലായിരിക്കും. അന്നേരത്ത് നല്ല പഴുപ്പ് കുറഞ്ഞ മാങ്ങൊക്കെ എടുത്ത് എമ്പിളിയായ മാങ്ങൊക്കെ ഇനി പുഴുക്കളുണ്ടോയെന്നൊക്കെ പേടിച്ച് പിന്നെ ആണെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് വലിയൊരു ടേസ്റ്റോ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലേ. നല്ലോണം എമ്പിളിയായിട്ടുള്ള മാങ്ങ, എന്നാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലോണം പഴുത്തിട്ടുള്ള എമ്പിളിയായ മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മാങ്ങ മതി കേട്ടോ. ഒരുപാട് മാങ്ങൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ട് മാങ്ങ വെച്ചിട്ടാണ് ഇത്രയും ഐസ്ക്രീം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ചേർക്കണില്ല, ഫ്രഷ് ക്രീം ചേർക്കണില്ല, കണ്ടൻസ് മിൽക്ക് ചേർക്കണില്ല. അത്തരം സംഭവങ്ങളൊന്നും കോൺഫ്ലോറോ ഒന്നും ചേർക്കാതെ നമ്മളെ വീട്ടിൽ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കി അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പം വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഐസ്ക്രീം എമ്പാടും ഇഷ്ടമാവും. പിന്നെ എല്ലാവരും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ആളുകളെ വീട്ടിലൊക്കെ ഉണ്ടാവും. മാങ്ങ ഇതുപോലെ നല്ലോണം പഴുത്ത് വേസ്റ്റാക്കി കളയുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതുണ്ടാക്കിയാൽ എന്താ പറയുക, കുട്ടികൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വാങ്ങി കഴിക്കും ചെയ്യും. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഐസ്ക്രീം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ പൈസ ഇല്ലാത്തവർക്ക് ആ ഒരു പൈസൻ്റെ പ്രശ്നം വിചാരിച്ചിട്ട് കുറച്ച് ഐസ്ക്രീം വാങ്ങി കൊടുക്കും. പക്ഷേ ഇഷ്ടംപോലെ പൈസ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്, കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാണ്. പറഞ്ഞിട്ട് എന്താ കാട്ടുന്നത്, കുട്ടികൾക്ക് അത് കഴിക്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല പേടിയായിരിക്കില്ലേ. ഒരുപാട് ഐസ്ക്രീമൊക്കെ, കാരണം അതിലൊക്കെ കെമിക്കലുകളൊക്കെ ചേർത്തിട്ടായിരിക്കും ഐസ്ക്രീമൊക്കെ വരിക. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണി, നിങ്ങൾ കണ്ടില്ലേ മാങ്ങ നമുക്ക് തൊലി ചെത്ത പോലും വേണ്ട മക്കളെ. പ്രത്യേകിച്ച് നല്ല എമ്പിളിയായിട്ടുള്ള മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി എങ്ങനെ കഴിച്ചിലാവാനാ. അതിങ്ങനെ ആകെ കയ്യിലൂടെ ഒരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം രണ്ട് സൈഡും അതുപോലെ തന്നെ ഭാഗങ്ങളൊക്കെ അപ്പാപ്പുളിയായിട്ടൊക്കെ ചെത്തിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ തൊലിമെന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ആ പളുപ്പ് ഇങ്ങോട്ട് മാറ്റിയെടുക്കുക. നല്ല സിമ്പിളല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരും കളിയിലിട്ട മാങ്ങ പിന്നെ ഏത് മാങ്ങ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നാടൻ മാങ്ങാലും അതുപോലെ തന്നെ ഉളരാങ്ങ പലതരത്തിലുള്ള മാങ്ങകളും ഉണ്ടാവുമല്ലോ, ഏത് വെച്ചിട്ടും ചെയ്യാം. ഇനി പിന്നെ മാങ്ങ ഇപ്പോൾ പുളിച്ചാങ്ങ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചില മാങ്ങ ഒക്കെ ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത് പുളി പഴുത്തതാണെങ്കിലും അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മാങ്ങൻ്റെ പൾപ്പ് അങ്ങോട്ട് എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പൾപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ആ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇതുപോലൊരു പാത്രം എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണമെങ്കിലും കൂടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ വീട്ടിൽ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ലേശം ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ റവേ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പൊടി 2 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുത്തോളി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, വലിയൊരു ചിലവോ കാര്യമോ ഇല്ല. പോരാത്തതിന് ഇത് നമ്മളെ വീട്ടിൽ ഇനിയിപ്പം വീട്ടിൽ മാങ്ങ മൂച്ചിയൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ ഇതിന് മൂച്ചി എന്നാട്ടോ പറയാം. മാവിനൊക്കെ എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ചിലരൊക്കെ ഇതിന് മൂച്ചി എന്നൊക്കെ പറയണം. അപ്പം ഞാനെപ്പോഴും മൂച്ചി എന്നാണ് പറയാറ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ മൂച്ചി എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ, അതായത് മാവിന് ചില നാട്ടുകാർക്ക് ഇപ്പോൾ ഇതിനിപ്പോൾ മൂച്ചി എന്ന് പറയുമ്പോൾ എന്താ അപ്പം എന്ന് വിചാരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മൂച്ചി എന്ന് പറയുന്ന ആളുകൾ അതുപോലെ തന്നെ മാവ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇന്നെപ്പോലെ മൂച്ചി എന്ന് പറയുന്ന പോലെ ഉണ്ടോയെന്നും അതുപോലെ തന്നെ ഇന്നെപ്പോലെ പറയുന്ന ആളുകൾക്കും അതൊരു എന്താവും, ഉണ്ടല്ലോ എന്നെപ്പോലത്തെ ആളുകൾ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നിങ്ങളുടെ നാടും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സന്തോഷമാവും. അങ്ങനെ ആ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പൂണിൻ്റെ മേലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്പൂൺ നടക്കുമ്പോൾ ഒരു 3-4 സ്പൂണൊക്കെ അരിപ്പൊടി എടുത്തോളി. ആ ഒരു അരിപ്പൊടി നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ഗ്ലാസ് പാല്, കാച്ചിയ പാലാണ്. ഇപ്പോൾ കാച്ചിയ പാൽ തന്നെ ആവണമെന്നൊന്നുമില്ല, കാച്ചാത്ത പാലാനും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് രാവിലെ കിട്ടിയ പാലായതുകൊണ്ടേ ഇത് രാവിലെ തന്നെ കാച്ചിച്ചാൽ, പ്രത്യേകിച്ച് മക്കളെ ഈ ചൂടുകൊണ്ട് വേഗം പാലൊക്കെ കേടാവുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇടിയും മിന്നലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ
ചിലപ്പോൾ കറണ്ട് പോയാലും പണി കിട്ടും വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഞാൻ ആ പാൽ അങ്ങോട്ട് കാച്ചി വെച്ച ആ ഒരു പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങളെ വീട്ടിൽ കാച്ചാത്ത പാലുണ്ടെങ്കിൽ ആ പാല് കാച്ചേണ്ട ആവശ്യമില്ല, ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കും വേണം. കുറച്ച് സമയം തിളക്കുമ്പോഴേക്കും ഇതാ നല്ല തിക്കായിട്ട് വരും കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ ഈ ഒരു ബാറ്റർ കിട്ടും. ഇതാ കണ്ടല്ലോ, ഇതാ അരിപ്പൊടിയല്ലേ പാലും തിളക്കുമ്പോഴേക്കും ഈ ഒരു സ്റ്റേജിലെത്തും. അപ്പോൾ ഒന്ന് കൈയൊക്കാതെ തന്നെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല, അതിപ്പോൾ ഒരു സ്റ്റീൽ കോട്ടിംഗ് ഉള്ള പാത്രം ആയതുകൊണ്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് ഐസ്ക്രീം അല്ലേ, അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഞാനൊരു 1/2 കപ്പിൻ്റെ താഴെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഒരു 1/2 കപ്പ്, അതായത് നമ്മളെ ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വാനില എസൻസോ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയിരുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ വെള്ളം പോലെ ആയിരുന്നു. പക്ഷേ ഇതൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ചൂടാറി വരുമ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുക. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടും. പക്ഷേ നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ ഈ കട്ടിയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളം കൂട്ടിയിട്ട് ലൂസാക്കി എടുക്കാനും നിൽക്കണ്ട. അപ്പോൾ ആ ഒരു മാങ്ങയുടെ പൾപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് ഇത് നല്ലൊരു ഫ്ലേവർ, ഒരു കളറ്, നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ കുറച്ച് ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഫുഡ് കളർ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ മാംഗോൻ്റെ എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഐസ്ക്രീം ആകുമ്പോൾ മഞ്ഞൾപ്പൊടിനേക്കാളും നല്ലത് ഈ ഒരു മാങ്ങൻ്റെ യെല്ലോ കളർ തന്നെ മതിയാവും. പക്ഷെ ഞാൻ കുറച്ച് കളർ ഇട്ട് കൊടുത്തെങ്കിൽ വീഡിയോയിൽ ഒരു നല്ലൊരു യെല്ലോ കളർ കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ കുറച്ച് മാംഗോൻ്റെ എസൻസ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ മാങ്ങേൻ്റെ പൾപ്പ് വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ എന്താവശ്യമുണ്ട് ഈ ഒരു മാംഗോ എസൻസ് ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പക്ഷേ കളറിന് വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചെടുത്താണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തു. നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വല്ല കുണ്ടപാത്രമോ അല്ലെങ്കിൽ പ്ലേറ്റോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പക്ഷെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് അത് ഇതുപോലുള്ള ട്രേയിലാണ്. അപ്പോൾ നല്ലോണം ഫുള്ള് ഒഴിച്ചെടുത്തപ്പോൾ ട്രേ ചെറുതായതുകൊണ്ട് തന്നെ ഇത് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യണത്, നമുക്കിത് ഫ്രിഡ്ജിക്കൊക്കെ വെക്കുമ്പോൾ എടുക്കുമ്പോഴൊക്കെ ഇത് ചിന്തോ എന്നുള്ള പേടിക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരു കുഞ്ഞിക്കയിൽ അങ്ങോട്ട് മാറ്റി മുക്കിയെടുക്കുക. എന്നിട്ട് ബാക്കി ആ ഒരു കുഞ്ഞിക്കയിൽ കുറച്ച് മിക്സിൻ്റെ ജാറിൽ ബാക്കി ഉണ്ടല്ലോ അതെല്ലാം കൂടിയിട്ട് വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു ഇതിനേക്കാളും വലുപ്പമുള്ള ഒരു പുഡിങ്ങിൻ്റെ ട്രേ ഉണ്ട്, ഐസ്ക്രീമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേ ഉണ്ട്, അതിലേക്ക് ഒഴിച്ചാൽ മതിയെന്ന് ഇപ്പോൾ തോന്നാം. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ഇനി ഇതിൽ തന്നെ നിൽക്കട്ടെ. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യാം, ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. രാത്രിയിൽ ഉണ്ടാക്കിയാൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷനിൽ വീട്ടിലെപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ അവർക്കൊരു ഊറ്റാണ് കാരണം. കുട്ടികളല്ലേ, കുട്ടികൾക്കാണല്ലോ ഇതൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്ത് രാത്രി വെച്ചാൽ എന്താ പറയുക, ഇത് പിന്നെ നേരം കൊടുത്തിട്ടില്ല ഇത് തപ്പുള്ളൂ. അതിൻ്റെ പേരിലാട്ടോ ഞാൻ രാത്രി ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കണേ. അപ്പോൾ എല്ലാവരും വീട്ടിലെ കുട്ടികളുടെ അവസ്ഥ തന്നെയാണ്. കാരണം ചോറും കഞ്ഞൊന്നും വേണ്ട, പക്ഷെ ഐസ്ക്രീമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിതിന് വലിയൊരു ചിലവോ കാര്യമില്ലല്ലോ, കടയിൽ പോയിട്ട് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് മാങ്ങ നമ്മളെ മൂച്ചിൻ്റെ ചുവട്ടിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര വീട്ടിലുണ്ടാവും. ഇനി പരിപ്പൊടി അല്ലെങ്കിൽ പരിപ്പൊടിയിൽ ഏതെങ്കിലും ഒരു പൊടി വീട്ടിലുണ്ടാവും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തോളി കേട്ടോ, ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ. പിന്നെ നിങ്ങളത് വാനില എസൻസ് ഉണ്ടെങ്കിൽ 2 ഡ്രോപ്പ് ഇട്ടിച്ചെടുത്തോളി, ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. ഏതായാലും അപ്പോൾ എന്താ പറയുക, ഐസ്ക്രീം നമ്മൾ അന്തം വിട്ടവും. നമ്മളെ ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് അതും ഫ്രഷ് ക്രീം, അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കാതെയാണ്, അതുപോലെ തന്നെ കോൺഫ്ലോർ ഒന്നും ചേർക്കാതെ, കസ്റ്റാർഡ് പൗഡർ ഒന്നും ചേർക്കാതെ ഇതുപോലുള്ള ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയാൽ തന്നെ നമ്മൾ കെമിക്കലൊക്കെ ചേർന്ന് ഐസ്ക്രീം ആകുമ്പോൾ എന്തൊരു പേടിയല്ല. എന്തിങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ, ഞാനിങ്ങനെ എന്തോ ഒരു നല്ല സ്പോഞ്ചായിട്ടുള്ള നല്ല ഒരു നല്ല ടെക്സ്ചർ, ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം നമുക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ എന്താ അറിയോ, ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. കഴിക്കാൻ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഒരു പേടിക്കാതെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് കഴിക്കണതോളം കുട്ടികൾക്ക് നല്ലതേ ഉള്ളൂ, എന്നല്ലാതെ കേടല്ല. പക്ഷെ ഐസ്ക്രീമൊക്കെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുമ്പോൾ നമുക്ക് പേടിയാണല്ലേ, ഇതിപ്പോൾ എന്താണ്, എന്ത് കെമിക്കലാണ് ചേർത്തിട്ടുണ്ടാവുക എന്നൊക്കെ പേടിച്ചിട്ട്. അപ്പം എന്താ, പിന്നെ ഒരുപാട് പൈസയും കൊടുക്കണം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൈസക്ക് ചിലവ് തന്നെയാണ്. അപ്പോൾ ഒരുവിധം ആളുകളുടെ മക്കളൊക്കെ അത് പൂതി ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങി കൊടുക്കാതെ നിരാശപ്പെടുന്ന വീട്ടിലെ കുട്ടികളൊക്കെ എന്തായാലും ഇത് ഇനിയിപ്പം നമ്മളെ വീട്ടിൽ മാങ്ങ ഇല്ലെങ്കിൽ മക്കളെ ഒരു രണ്ട് മാങ്ങ കടയിൽ നിന്ന്, ഇപ്പോൾ ഈ ഒരു മാങ്ങാക്കാലം അതുകൊണ്ട് നല്ല വില കുറവൊക്കെ ആയിരിക്കും, രണ്ട് മാങ്ങയുടെ ഇത്രയും അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും. നിങ്ങൾക്ക് കഴിയും, നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വാനില എസൻസും കൂടി ചേർത്താൽ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുമില്ല കേട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീം ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ലൈക്ക് മറക്കല്ലേ. പിന്നെ ഇതാ കണ്ടോളി, എന്താ ഭംഗിയറിയോ, ഒരൊറ്റ പിടുത്തത്തിന് തന്നെ ഇത് തീർക്കൂട്ടോ, അത്രക്കുമാണ്. പിന്നെ നിങ്ങൾ ഇത് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്കിലേക്ക് നേരെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യണം കേട്ടോ, ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കേണ്ടത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.